അപ്പൊ ഇന്നലെ വൈകുന്നേരം തൊട്ട് ഞാൻ എയറിലായ വിവരം എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. സംഭവം എല്ലാവർക്കും അറിയാലോ. അതായത് പ്രമുഖ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഗ്രീഷ്മ ബോസിന്റെ ഭർത്താവായിട്ടുള്ള അഖിൽ വിദ്യാധർ ഒരു അക്യൂപങ്ക്ചർ ആൻഡ് ആയുർവേദിക് ക്ലിനിക്കിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പലരും ആ വീഡിയോ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അവൻ ആ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവനെന്തോ ജിമ്മിൽ ആം റെസ്ലിംഗ് കളിച്ചിട്ട് ഇവന്റെ ഷോൾഡറിന് പരിക്ക് പറ്റി. അത് കാരണം ഇവന് സ്ഥിരമായി ബാഡ്മിന്റൺ കളിക്കാൻ പോകുന്ന ഒരാളായിരുന്നു. പക്ഷേ ഈ പരിക്ക് കാരണം കുറച്ച് ദിവസത്തേക്ക് ബാഡ്മിന്റൺ കളിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇവന്റെ ഭാര്യയുടെ സുഹൃത്ത് വഴി ഒരു അക്യൂപങ്ക്ചർ ആൻഡ് ആയുർവേദിക് ക്ലിനിക്കിൽ പോയി ചികിത്സിച്ചപ്പോഴാണ് ഇവന്റെ പരിക്ക് ഭേദമായത്. ഇവന് തിരിച്ച് ബാഡ്മിന്റൺ കോർട്ടിൽ ഇറങ്ങി ബാഡ്മിന്റൺ കളിക്കാൻ പറ്റിയതെന്നൊക്കെ ഇവൻ ഈ പ്രൊമോഷണൽ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്തായാലും ഇവൻ ഈ വീഡിയോ ചെയ്തതിന് പിന്നാലെ ഇവന്റെ കൂടെ ബാഡ്മിന്റൺ കോർട്ടിൽ കളിച്ചിരുന്ന ഡോക്ടർ ഡയാൻ എന്ന് പറയുന്ന സ്ത്രീ എന്നെ കോൺടാക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവന്റെ ഈ പ്രൊമോഷണൽ വീഡിയോക്കെതിരെ ഒരു അവയർനെസ് വീഡിയോ ചെയ്യാൻ എന്നോട് ആവശ്യപ്പെടുന്നു. കാരണം ഒരുപാട് ഫോൾസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവൻ ആ വീഡിയോയിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് അലോപ്പതിക് ഡോക്ടർ ആയിട്ടുള്ള ഇവർ എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അശാസ്ത്രീയ ചികിത്സാ രീതികളോട് എനിക്കൊട്ടും യോജിപ്പില്ല. നമ്മൾ അതിനെതിരെ എത്രയോ അവയർനെസ് വീഡിയോസ് ചെയ്തതുമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതെല്ലാം കേട്ടപ്പോൾ ഈ ഡോക്ടർ ആയിട്ടുള്ള സ്ത്രീ സംസാരിച്ചതിന് വോയിസ് ക്ലിപ്പ് വെച്ച് ഞാൻ ഒരു അവയർനെസ് വീഡിയോ അങ്ങ് ചെയ്തു. നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്നെക്കാളും 5 ഇരട്ടി ഫാൻസും ഫോളോവേഴ്സും ഉള്ള ഒരാൾക്കെതിരെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും എന്തെങ്കിലും കാരണവശാൽ അവർ എനിക്കെതിരെ തുനിഞ്ഞിറങ്ങി കഴിഞ്ഞാണെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്ന സൈബർ അറ്റാക്ക് എത്രത്തോളം ആയിരിക്കും എന്നുള്ള നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. മാസീവ് സൈബർ അറ്റാക്ക് ആയിരിക്കും എനിക്ക് കിട്ടാൻ പോകുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു അവയർനെസ് വീഡിയോ ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയത്. എന്തായാലും വീഡിയോ ചെയ്തു. വീഡിയോക്ക് ഏകദേശം 50K വ്യൂസും കയറി. ഞാൻ മെനിഞ്ഞാന്നെങ്ങാനുമാണ് വീഡിയോ ചെയ്തത്. വീഡിയോ ചെയ്ത് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന അഖിൽ വിദ്യാധറും ഗ്രീഷ്മ ബോസും ഞാൻ ചെയ്ത വീഡിയോന്റെ കമന്റ് ബോക്സിൽ വന്ന് തുരുതുരാ കമന്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അന്നേരം തന്നെ എനിക്ക് മനസ്സിലായി ഇവർ എനിക്കെതിരെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്, മിക്കവാറും എനിക്കുള്ള പണി വരാൻ പോകുന്നുണ്ട് എന്നുള്ളത്. എന്തായാലും വരുന്നത് വരട്ടെ, അന്നേരം നോക്കാന്നുള്ള മൈൻഡ് സെറ്റിൽ ഞാൻ എന്റെ രീതിയിൽ അങ്ങ് മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുകയാണ് ഇവർ ഇന്നലെ എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഏകദേശം 39 മിനിറ്റോളം നീണ്ടു നിന്ന വീഡിയോ പലരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന നിമിഷം വരെ 2.5 ലക്ഷം ആളുകളാണ് അവരുടെ വീഡിയോ കണ്ടത്. ഞാൻ അവർക്കെതിരെ ചെയ്ത വീഡിയോ കണ്ടത് ആകെ എത്ര ആൾക്കാരാണ്? വെറും 50K ആൾക്കാർ. അതായത് എനിക്ക് കിട്ടിയ വ്യൂസിനേക്കാളും 5 ഇരട്ടി വ്യൂസ് ആണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്നെ കേൾക്കുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ അവരായിരിക്കും കേട്ടിട്ടുണ്ടാവുക. അങ്ങനെ വരുമ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്ന സൈബർ അറ്റാക്ക് എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിൽ അപ്പുറമായിരിക്കും അത്. അവർ ആ വീഡിയോ ചെയ്തത് കാരണം 100ഓളം ആളുകൾ എന്റെ ചാനൽ അൺസബ് ചെയ്ത് ഇറങ്ങിപ്പോയി. കമന്റ് ബോക്സിലാണെങ്കിലോ തുരുതുരാ തെറിവിളി. അന്നേരം തന്നെ മനസ്സിലായി ഞാൻ എയറിലായി എന്നുള്ളത്. അങ്ങനെ ഞാൻ എന്താക്കി, ഇന്നലെ രാത്രി ഇടാനിരുന്നൊരു വീഡിയോ പോലും ഞാൻ ഇന്നത്തേക്ക് മാറ്റി വെച്ചു എന്നുള്ളതാണ്. കാരണം ഇതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാണ്ട് ഞാൻ മറ്റൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഞാൻ ആകാശത്ത് കിടന്ന് പറക്കലായിരിക്കും. അല്ല, നമ്മളിതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് വീഡിയോ ചെയ്തത്, അത് വേറെ കാര്യം. വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കുകയും ചെയ്തു. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഈ പറയുന്ന അഖിൽ വിദ്യാധർ ഗ്രീഷ്മ ദമ്പതിമാർ ഇന്നലെ എനിക്കെതിരെ ചെയ്ത വീഡിയോയിൽ അവർ തെറ്റായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പ്രതികരിച്ചില്ലേ മോശമല്ലേ? അപ്പൊ എന്തായാലും ഇന്നലെ അവർ എനിക്കെതിരെ ചെയ്ത വീഡിയോയുടെ ചില ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം. ആ വീഡിയോ എന്റെ അക്കൗണ്ടിലുണ്ട്, ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അതിൽ ഒരിടത്തും അക്യൂപങ്ക്ചർ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഒരു ക്ലിനിക് ആകുമ്പോൾ അവിടെ പല കാര്യങ്ങളും കാണും, പല ട്രീറ്റ്മെന്റ് കാണും, പല രീതിയിലുള്ള പരിപാടി കാണും. അതൊന്നുമല്ല ഞാൻ അവിടെ പ്രൊമോട്ട് ചെയ്തത്. ഞാൻ എടുത്ത ട്രീറ്റ്മെന്റ് എന്താണോ അതാണ് ഞാൻ അവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. നിങ്ങൾ ആ ഒരു ഇത് മൊത്തത്തിലൊന്ന് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ഞാൻ അക്യൂപങ്ക്ചർ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഒരു ക്ലിനിക് ആകുമ്പോൾ അവിടെ പല പരിപാടികളും കാണും, പല ചികിത്സകളും കാണും. അതൊന്നും ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഞാൻ എടുത്ത ചികിത്സ എന്താണോ അതാണ് ഞാൻ പ്രൊമോട്ട് ചെയ്തത് എന്നാണ് ഇവിടെ അഖിലേട്ടൻ പറയുന്നത്. അല്ലേ, അങ്ങനെ ഉറപ്പിക്കാവോ അഖിൽ വിദ്യാധറെ? നീ നിനക്കെടുത്ത ട്രീറ്റ്മെന്റ് മാത്രമേ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളൂ, അക്യൂപങ്ക്ചർ ഒന്നും അവിടെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല എന്ന് നിനക്ക് ഉറപ്പിക്കാവോ? അങ്ങനെയെങ്കിൽ നിന്റെ പ്രൊമോഷൻ വീഡിയോന് ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം. വേദന ഒട്ടും മാറാതായപ്പോൾ ഗ്രീഷ്മയുടെ ഫ്രണ്ട് മുമ്പ് ട്രീറ്റ്മെന്റ് എടുത്തുന്ന ഒരു ക്ലിനിക്കിലേക്കാണ് ഇപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ വീഡിയോ എടുക്കാനുള്ള മെയിൻ കാരണം ഈ ഒരു ബോർഡ്. ശരി, എന്താണ് ആ ബോർഡ്? നമുക്കൊന്ന് വായിച്ചു നോക്കാം. പണമില്ലാത്തതിന്റെ പേരിൽ ചികിത്സ മുടങ്ങരുത്. ആരോഗ്യം ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള അവകാശമാണ്. ഓക്കെ, അപ്പൊ കുറഞ്ഞ ചെലവിൽ ചികിത്സ നടത്തി കൊടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ആ ക്ലിനിക്കിൽ പോയത് അല്ലേ? എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല രോഗങ്ങൾക്കും ഇവിടെ ട്രീറ്റ്മെന്റ് ഉണ്ട്. എന്താണ്? അതൊന്നുകൂടെ ഒന്ന് പറഞ്ഞാട്ടെ. ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല രോഗങ്ങൾക്കും ഇവിടെ ട്രീറ്റ്മെന്റ് ഉണ്ട്. ഓക്കെ, ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല രോഗങ്ങൾക്കും ഇവിടെ ട്രീറ്റ്മെന്റ് ഉണ്ട് എന്നാണ് അഖിൽ വിദ്യാധർ പറയുന്നത് അല്ലേ? ഇനി ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല രോഗങ്ങൾക്കും അവിടെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അവൻ അവിടെ കുറെ ബോർഡുകൾ കാണിക്കുന്നുണ്ടല്ലോ, ആ ബോർഡിൽ എന്തൊക്കെയാണ് എഴുതിയെന്നുള്ളത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. വെരിക്കോസ് വെയിൻ ആണോ നിങ്ങളുടെ പ്രശ്നം? 3 മാസം ട്രീറ്റ്മെന്റ് എടുക്കാൻ റെഡിയാണോ? ഞാൻ ഉറപ്പ് തരാം, വെരിക്കോസ് വെയിനിൽ നിന്നും മോചനം. PCOD PCOS മരുന്ന് കഴിച്ചു സ്ട്രെയിനും ടെൻഷനും കൂടിയോ 1.5 മാസം കൊണ്ട് PCOD PCOS ചികിത്സിച്ച് മാറ്റാം. 11 ദിവസത്തെ ആൾട്ടർനേറ്റീവ് ചികിത്സ എടുക്കൂ, തലവേദനയിൽ നിന്നും മോചിതനാകൂ. മുട്ടുവേദന മുട്ടുകുത്തും, വേദന കുറയുന്നില്ലേ? വേദനയ്ക്ക് പരിഹാരം പെയിൻ കില്ലർ അല്ല,
മാത്രമല്ലേ 7 ദിവസത്തെ ശരിയായ ചികിത്സയിലെ മാറ്റങ്ങൾ അനുഭവിച്ചറിയൂ. തൈറോയിഡ് മരുന്ന് കഴിക്കുന്നതിനനുസരിച്ച് തൈറോയിഡിന്റെ അളവും ദേഷ്യവും കൂടുന്നത് അനുഭവപ്പെടുന്നുണ്ടോ? ഞങ്ങളുടെ 7 ദിവസത്തെ അക്യൂപങ്ക്ചർ ചികിത്സയിലൂടെ വളരെ പെട്ടെന്ന് തൈറോയിഡ് കുറയ്ക്കാം. കേട്ടല്ലോ, 7 ദിവസത്തെ അക്യൂപങ്ക്ചർ ചികിത്സയിലൂടെ തൈറോയിഡ് കുറയ്ക്കാം എന്നുള്ളതാണ് ഇവരുടെ അവകാശവാദം. ഏത് ചികിത്സയിലൂടെ കുറയ്ക്കാമെന്നാണ് ഇവർ പറഞ്ഞത്? അക്യൂപങ്ക്ചർ ചികിത്സയിലൂടെ. ഈ ബോർഡ് കാണിച്ചിട്ടാണ് ഇവൻ വീഡിയോയിൽ പറയുന്നത് ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല രോഗങ്ങൾക്കും ഇവിടെ ട്രീറ്റ്മെന്റ് ഉണ്ട് എന്ന്. അങ്ങനെ വരുമ്പോൾ അവൻ അക്യൂപങ്ക്ചർ ചികിത്സനെ പ്രൊമോട്ട് ചെയ്ത പോലെ തന്നെ ആയില്ലത്. അപ്പൊ നീ അക്യൂപങ്ക്ചർ ചികിത്സയെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല എന്ന് പറയരുതാക്കില്ലേ. ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. അതായത് ഇവരുടെ വാഗ്ദാനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. 7 ദിവസം കൊണ്ട് തൈറോയിഡ് മാറ്റിത്തരാം, 7 ദിവസം കൊണ്ട് ഊരവേദന മാറ്റിത്തരാം, 1.5 മാസം കൊണ്ട് PCOD PCOS മാറ്റിത്തരാം, ആന മാറ്റിത്തരാം, ചക്ക മാറ്റിത്തരാം എന്നൊക്കെയാണ് ഇവരുടെ വാഗ്ദാനങ്ങൾ. ഒരു മാജിക് റെമഡി പോലുള്ള വാഗ്ദാനങ്ങളാണ് ഇതെല്ലാം അല്ലേ. എന്നാ കേട്ടോളി, ദ ഡ്രഗ്സ് ആൻഡ് മാജിക് ആക്ട് 1954 പ്രകാരം അതിന്റെ ക്ലോസർ 5 പറയുന്നത് എന്താണ്? ഞാനൊന്ന് വായിച്ചുതരാം. പ്രൊഹിബിഷൻ ഓഫ് അഡ്വർടൈസ്മെന്റ് ഓഫ് മാജിക് റെമഡീസ് ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് സർട്ടൻ ഡിസീസ് ആൻഡ് ഡിസോർഡേഴ്സ്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ സൈഡിൽ കൊടുക്കാം. ഞാൻ വായിച്ചപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അതായത് ഇന്ത്യയിൽ 5 ദിവസം കൊണ്ട് തൈറോയിഡ് മാറ്റിത്തരാം, 7 ദിവസം കൊണ്ട് ആന മാറ്റിത്തരാം, ചക്ക മാറ്റിത്തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുള്ള ചികിത്സകൾ പാടില്ല. അത് നിയമവിരുദ്ധമാണ്. എല്ലാവരും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഓരോരുത്തർക്കും ഓരോ അസുഖങ്ങൾ വരാൻ ഓരോ കാരണങ്ങളായിരിക്കും. ആ കാരണത്തിനനുസരിച്ചിരിക്കും ഓരോരുത്തരുടെ അസുഖം ഭേദപ്പെടുന്നതും ഭേദപ്പെടാത്തതും, എത്ര സമയം എടുത്ത് ഭേദപ്പെടും എന്നതൊക്കെ. അല്ലാതെ ഇവർ പറയുന്ന പോലെ 7 ദിവസം കൊണ്ട് തൈറോയിഡ്, 1.5 മാസം കൊണ്ട് PCOD എന്നൊന്നും ചികിത്സിച്ച് മാറ്റാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത് തന്നെ ഇന്ത്യയിൽ നിയമവിരുദ്ധമാണ്. അപ്പൊ അതിനാണ് ഇവൻ ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല രോഗങ്ങൾക്കും ഇവിടെ ചികിത്സയുണ്ടെന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്തത്. അങ്ങനെ നോക്കുമ്പോൾ അവൻ ചെയ്തത് ഇല്ലീഗൽ പ്രൊമോഷൻ അല്ലേ? അത്രേ ഉള്ളൂ. പിന്നെ അഖിൽ വിദ്യാധരനോട് എനിക്ക് പറയാനുള്ളത്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻകാരൊന്നും ഈ വീഡിയോ കാണണ്ട. എന്തെങ്കിലും കാരണവശാൽ അവർക്ക് നിനക്കെതിരെ കേസ് കൊടുക്കാൻ തോന്നിക്കഴിഞ്ഞാണെങ്കിൽ നീ തീർന്ന്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും അഖിൽ വിദ്യാധരന് പറയാനുള്ളത് ബാക്കി കൂടി കേട്ടോക്കാം. അഖിൽ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾ കേട്ടല്ലോ. ഞാൻ എവിടെയാണ് അക്യൂപഞ്ചറിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്? ചുമ്മാ ആടിനെ പട്ടിയാക്കുന്ന പരിപാടിയാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ശരി, നീയല്ല നിന്റെ വീഡിയോയിൽ 7 ദിവസം കൊണ്ട് അക്യൂപങ്ക്ചറിലൂടെ തൈറോയിഡ് മാറ്റാം എന്ന് കാണിച്ചുകൊണ്ട് ഇവിടെ ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല രോഗങ്ങൾക്കും ചികിത്സ ഉണ്ടെന്ന് പറഞ്ഞ് പ്രൊമോഷൻ വീഡിയോ ചെയ്തത് അതൊരു അക്യൂപങ്ക്ചർ പ്രൊമോഷൻ തന്നെയല്ലേ? എന്നിട്ട് അതിനെതിരെ റിയാക്ട് ചെയ്തപ്പോൾ പറയാണ് ഇവിടെ ആടിനെ പട്ടിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പോലും. ഇവിടെ ശരിക്കും ആരാണ് ആടിനെ പട്ടിയാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇപ്പൊ എന്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി ഇവൻ പ്രൊമോഷൻ വീഡിയോന്റെ ചെറിയൊരു ഭാഗം കൂടി കണ്ടോക്കാം. മെയിൻ ഡോക്ടർ എന്റെ വേദന 3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിത്തരാന്ന് പറയുമ്പോൾ സത്യത്തിൽ ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ ഫസ്റ്റ് ഡേ ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ കൈയുടെ വേദന 1/4 കുറഞ്ഞിട്ടുണ്ടായിരുന്നു. വിട്ടുമാറാത്ത വേദന ഉള്ളവർക്ക് ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഡീറ്റോക്സിഫിക്കേഷനും ട്രൈക്കപ്പും ഒഴിച്ചിലും സ്റ്റീം ബാത്തും അടങ്ങുന്ന പാക്കേജിന് ഇവിടെ വെറും 1500 രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിംഗ് ആയിട്ടുള്ള കൈറോപ്രാക്ടിക് ട്രീറ്റ്മെന്റും ഇവിടെയുണ്ട്. ഓക്കെ, അതാണ് ഈ കൈറോപ്രാക്ടിക് ട്രീറ്റ്മെന്റും കപ്പിങ്ങും ഒക്കെ നമ്മുടെ നാട്ടിൽ അക്യൂപങ്ക്ചർ ക്ലിനിക്കിലാണ് ആൾക്കാർ ചെയ്യാറുള്ളത്. ഇനി അതൊക്കെ പോട്ടെ, 7 ദിവസം കൊണ്ട് അക്യൂപങ്ക്ചർ വഴി തൈറോയിഡ് മാറ്റി തരാൻ പറഞ്ഞിട്ടുള്ള ആ ബോർഡ് അത് മറക്കരുതാക്കില്ലേ. അതന്നെ മതി ഞാൻ അവിടെ പോയി അക്യൂപങ്ക്ചർ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തെളിയാൻ. ഇനി ഇവന് ട്രീറ്റ്മെന്റ് കൊടുത്ത ഡോക്ടറുമായി ഇവൻ സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വിടുന്നുണ്ട്. നമ്മൾ കേട്ടോക്കാം. തിരുവനന്തപുരം അങ്ങനെ കണ്ണൂരിൽ നിന്നൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം. നിങ്ങളുടെ അഖിലേട്ടന്റെ വീഡിയോ കണ്ടിട്ടെന്ന് പറഞ്ഞാൽ കോട്ടയം പത്തനംതിട്ട ഭാഗത്തുനിന്ന് കുറെ പേര് വരുന്നുണ്ട്. അപ്പൊ ഈ പുള്ളി പറഞ്ഞത് അവർക്ക് എന്റെ വീഡിയോ കണ്ടിട്ട് യൂസ് ഉണ്ട്, ഒരുപാട് പേര് വരുന്നുണ്ടെന്ന് പറഞ്ഞു. എനിക്കത് സന്തോഷമുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചതും. ഇപ്പൊ അഖിലിന്റെ വീഡിയോ കണ്ട് ഒരുപാട് ആളുകൾ ഇത്തരം ക്ലിനിക്കിലേക്ക് പോകുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം റെസ്റ്റ് എടുത്താൽ മാറാവുന്ന ഊരവേദനയോ കാൽവേദനയൊക്കെ വെച്ചിട്ടായിരിക്കും അവർ അത്തരം ക്ലിനിക്കിലേക്ക് പോകുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ നിന്നുള്ള ഓരോ ചികിത്സക്കൊടുവിൽ അവർക്ക് അത് മാറുകയും ചെയ്തിട്ടുണ്ടാവാം. അത് അവിടെ പോയില്ലെങ്കിലും ചിലപ്പോൾ മാറുമായിരിക്കും. പക്ഷെ ഇവർ വിശ്വസിക്കുക എന്തായിരിക്കും? ഇത്തരം ക്ലിനിക്കിലെ ചികിത്സ കാരണമായിട്ടാണ് ഞങ്ങളുടെ രോഗം മാറിയത് എന്നുള്ളതായിരിക്കും അല്ലേ. പിന്നീട് സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും? ഇവർക്ക് എന്ത് രോഗം വന്നാലും ഇത്തരത്തിലുള്ള അശാസ്ത്രീയ ചികിത്സാ രീതികൾ വരെ ആശ്രയിക്കാൻ തുടങ്ങും. അവസാനം അത് മരണം വരെ വിളിച്ചു വരുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്നുള്ളതാണ്. ഒന്ന് വേണ്ട, ഈ അടുത്ത് ക്യാൻസർ ബാധിച്ച അക്യൂപങ്ക്ചറിസ്റ്റിനെ കണ്ടിട്ട് മരണം കൈവരിച്ച ഒരു സ്ത്രീയുടെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എനിക്കൊന്ന് പ്ലേ ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. കോഴിക്കോട് നിന്ന് ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. കോഴിക്കോട് കുറ്റ്യാടിയിൽ അക്യൂപങ്ക്ചർ ചികിത്സയ്ക്കിടെ ക്യാൻസർ ബാധിച്ച സ്ത്രീ മരിച്ചു. പച്ചവെള്ളവും അത്തിപ്പഴവും മാത്രമായിരുന്നു മരുന്നായി നൽകിയിരുന്നത്. ചികിത്സാ കേന്ദ്രത്തിനെതിരെ ബന്ധു രംഗത്ത് വന്നു. ഡോക്ടറെ അറസ്റ്റ് ചെയ്യണമെന്ന് ബന്ധു മനോരമ ന്യൂസിനോട് പറഞ്ഞു. ഇനി പറയാൻ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇതൊക്കെ ക്യാൻസർ വരുന്ന സമയത്ത് ചിന്തിക്കണമായിരുന്നു. ഇവരുടെയൊക്കെ അടുത്ത് പോകുന്നതിന് മുമ്പ് ചിന്തിക്കണമായിരുന്നു. ഇത്തരത്തിൽ എത്ര ന്യൂസുകളാണ് നമ്മൾ ദൈനംദിനം കേട്ടോണ്ടിരിക്കുന്നത് അല്ലേ. അശാസ്ത്രീയ ചികിത്സകൾ തേടിയിട്ട് എത്രയോ ആളുകൾ ഇപ്പൊ മരണം കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും വേണ്ട, നമ്മൾ തന്നെ എത്ര അവയർനെസ് വീഡിയോകൾ ചെയ്തിരിക്കുന്നു. എന്നിട്ടും ആളുകൾ ഇത്തരത്തിലുള്ള അശാസ്ത്രീയ ചികിത്സാ രീതികളെ ആശ്രയിക്കുന്നു എന്ന് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ് തോന്നുന്നത്. അതിന് കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള മില്യൺ കണക്കിന് ഫോളോവേഴ്സുള്ള ഇൻഫ്ലുവൻസർമാരും ഇത്തരത്തിലുള്ള അശാസ്ത്രീയ ചികിത്സാ രീതികളെ പ്രൊമോട്ട് ചെയ്യുന്നതും കൂടി കാണുമ്പോൾ ഉള്ളത് പറയാലോ, എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയൂല. ഇനി ഇവർക്കെതിരെ പ്രതികരിച്ചാലോ ഇവരുടെ ഫാൻസിനെ തെറിവിളി കേൾക്കേണ്ടി വരികയും ചെയ്യും. ഇപ്പൊ ഇന്നലെ എനിക്കെതിരെ ഈ അഖിലും ഗ്രീഷ്മ ബോസും കൂടി വീഡിയോ ചെയ്തതിന് ശേഷം എന്റെ കമന്റ് ബോക്സിൽ പൂര തെറിവിളി ആയിരുന്നു. അത് കണ്ട് ഈ ഗ്രീഷ്മ തന്നെ എന്റെ വീഡിയോക്ക് താഴെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് വായിച്ചുതരാം. കിട്ടി ഇപ്പൊ കണക്കിന് കിട്ടിയിട്ടുണ്ട് അളിയാ, ഇതായിരുന്നു കമന്റ്. എങ്ങനെ ഇരിക്കുന്നു? ഇവർക്ക് ഇതെന്തോ കളിയും അക്കാരാണെന്ന് തോന്നുന്നു. ഇവർ ചെയ്തു വെച്ച കാര്യത്തിന്റെ കോൺസിക്വൻസസ് ഇവരിപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. ഇവരിതെന്തോ സോഷ്യൽ മീഡിയ സ്റ്റണ്ടായിട്ടാണ് ഇതിനൊക്കെ കാണുന്നത്. കഷ്ടം തന്നെ കേട്ടോ. എന്തായാലും അഖിലേട്ടൻ ബാക്കി പറഞ്ഞാട്ടെ. ഇവൻ ഈ വീഡിയോയില് കാണിക്കുന്നുണ്ടല്ലോ, അതായത് ഒരു വിഷമിച്ചിരിക്കണത്, പിന്നെ ബാഡ്മിന്റൺ കളിക്കാൻ പറ്റിയില്ല, എന്നിട്ട്
അത് പച്ച കള്ളമാണ്. ഇവൻ മുടങ്ങാതെ ബാഡ്മിന്റൺ കളിക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ ഈ ചികിത്സയിലായ സമയത്ത് എങ്ങനെ സ്റ്റോറി ഇസ് മേഡ് അപ്പ്. ഇനി ഞാൻ പ്ലേ ചെയ്യുന്ന ഓരോ കോളും എൻ്റെ കൂടെ അവിടെ കളിക്കാൻ വേണ്ടി വന്ന ആൾക്കാരുടെ കോളാണ്. നിങ്ങൾ ഇതൊന്ന് കേൾക്കണം. ഇതെല്ലാം എൻ്റെ കൂടെ അവിടെ കളിക്കുന്നവരാണ്. വേണമെങ്കിൽ ഞാൻ അവരെ മുന്നിൽ കൊണ്ട് നിങ്ങൾക്ക് നിർത്തിത്തരാം. ഇത് മാർട്ടിൻ എന്ന് പറയുന്ന ഒരു പയ്യന്റെ ഒരു കോളാണ്. മാർട്ടിനെ, അവള് നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഡയാന? അവൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നിങ്ങള് മറ്റേ സിനിമയ്ക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന ടൈമില്ലേ, അങ്ങനെ ഒരു ദിവസം വിളിച്ചിട്ട് ചോദിച്ചു ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തെ മരുന്നുണ്ടായിരുന്നു. ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ട്, ഇപ്പം കുറച്ച് ദിവസത്തേക്ക് ഇല്ലെന്നാ പറഞ്ഞത്. ഞാൻ നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കട്ടെ. ഈ ഡയാന നമ്മളെ കൂടെ കളിക്കാൻ വരാതിരുന്നിട്ട് ഇപ്പൊ കുറെ നാളായിട്ട് അവള് ബ്രേക്ക് ആണല്ലോ, അവള് സ്ഥിരമായിട്ട് വരാറുണ്ടോ നമ്മളവിടെ? ഇല്ല, വരാറില്ല. അവളിപ്പോ എങ്ങനെ പോയാലും ഒരു എന്റെ ഒരു കാൽക്കുലേഷന് 3 മാസത്തിന് മേലിലായി. അപ്പൊ ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചു, എനിക്ക് കൈ വയ്യാതെ ഇരുന്നത് നിന്റെ അറിവിലുണ്ടോ? നിനക്ക് അറിയാവോ എനിക്ക് കൈ വയ്യാണ്ടായത്? ഞാൻ അവിടെ എത്ര ദിവസം കളിക്കാതിരുന്നിട്ടുണ്ട് പുറത്ത്. നീ കമന്റ് ഒന്നും ഉണ്ടോ? നീ കമന്റ് ഒന്നും ഇടണ്ടോ? നീ കമന്റ്. ഓക്കെ, എല്ലാവർക്കും കാര്യം മനസ്സിലായോ? അതായത് ഈ പറയുന്ന ഡോക്ടർ ഡയാനെ എന്നെ വിളിച്ച സമയത്ത് എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന അഖിൽ വിദ്യാർത്ഥിക്ക് ഷോൾഡർ പെയിൻ കാരണം കുറച്ച് കാലം ബാഡ്മിന്റൺ കളിക്കാൻ പറ്റിയില്ല എന്നാണല്ലോ അഖിൽ മറ്റേ പ്രൊമോഷൻ വീഡിയോയിൽ പറയുന്നത്. അത് പച്ചക്കള്ളമാണ്. അവൻ അവിടെ ബാഡ്മിന്റൺ കളിക്കാൻ വന്നിട്ടുണ്ട്. അവൻ ട്രീറ്റ്മെന്റ് എടുക്കാൻ വരുന്നതിന് മുമ്പും അല്ലാതെയും ഒക്കെ അവിടെ ബാഡ്മിന്റൺ കളിക്കാൻ വന്നിട്ടുണ്ട് എന്ന് ഡയാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ ഖണ്ഡിക്കുന്ന രീതിയിലാണ് അഖിൽ അവന്റെ കോർട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന മാർട്ടിൻ എന്നൊരു വ്യക്തിയെ കോൺടാക്ട് ചെയ്യുന്നതും മാർട്ടിൻ അഖിൽ കോർട്ടിൽ കളിക്കാൻ വന്നിട്ടില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്. ഇനി ഇതേ മാർട്ടിനെ തന്നെ ഡയാന വിളിച്ചപ്പോൾ ഡയാനയോട് മാർട്ടിൻ പറഞ്ഞത് എന്താണെന്നുള്ളത് നമുക്കൊന്ന് കേട്ടോക്കാം. ഹലോ, ഹായ്, അറിയോ ഞാൻ ഡയാന സംസാരിക്കുന്നേ. ഹലോ, ഐ എം ഡയാന. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ബാഡ്മിന്റൺ കളിക്കാൻ വരാറുണ്ടായിരുന്നു. അറിയോ ബിസിനോ? ഞാൻ വിളിച്ചത് ഈ there was this guy called Akhil, no? In the group, Akhil. Was he coming for playing recently? അഖിൽ വിദ്യാധരാണോ? അതെ. ഉണ്ടായിരുന്നു. ഈ ആഴ്ചയാണ് ഇല്ലാത്തത്. ലാസ്റ്റ് മന്ത് ബിഫോർ ദാറ്റ് ഐ തിങ്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടും he was continuing only. There was no I never knew that he didn't play. ഉണ്ടായിരുന്നു. അതെ ഞാൻ ഒന്ന് ചോദിക്കാന്ന് വിചാരിച്ചു. This guy had been coming അല്ലേ? This Akhil had been coming regularly. ഉണ്ടായിരുന്നു. ഓക്കെ, ശരി. I ചുമ്മാ ചോദിച്ചു. I tried calling this other പിന്നെ ഇപ്പൊ ഫോൺ എടുത്തില്ല. So I just thought I'd call and ask. അതിലേന്ന് എന്തോ ഷൂട്ടിന്റെ കാര്യമായിട്ട് പോവാന്ന് പറഞ്ഞ് ഒരു 1-2 മാസം ഇനി കാണത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. From now. അതെ. Not previously. Like till now he has been attending all the days. അതെ. Okay. ശരി. Okay, അപ്പൊ thanks. I'll call you back. Okay. Bye. ഓക്കെ, കേട്ടല്ലോ. ഡയാനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതായത് അവന് ഷോൾഡറിൽ പെയിൻ ഉണ്ട് എന്ന് പറഞ്ഞ സമയത്തും അവൻ ബാഡ്മിന്റൺ കോർട്ടിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഒരാഴ്ച ആയിട്ട് അഖിൽ ബാഡ്മിന്റൺ കോർട്ടിൽ ലീവാണ്. എന്തോ ഷൂട്ടിന് പോവാണെന്നാണ് പറഞ്ഞിട്ടാണ് പോയത്. ഇനി അങ്ങോട്ട് 1-2 മാസത്തേക്ക് ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ടാണ് പോയത് എന്നാണ് മാർട്ടിൻ ഡയാനയോട് പറഞ്ഞത്. മാർട്ടിൻ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഡയാന അഖിൽ വേദന ഉണ്ട് എന്ന് പറയുന്ന സമയത്തും കോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിക്കുന്നത്. മാർട്ടിൻ മാത്രമല്ല, മറ്റു പലരും ഡയാനയോട് ഇത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊരു ക്ലാരിഫിക്കേഷൻ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അതെന്തോ ആയിക്കോട്ടെ, പുള്ളിക്കാരന് ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്ന സമയത്ത് കോർട്ടിൽ വന്ന് കളിക്കോ കളിക്കാതിരിക്കോ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. അതല്ല നമ്മുടെ ഇവിടുത്തെ മാറ്റർ. പുള്ളിക്കാരൻ അശാസ്ത്രീയ ചികിത്സാ രീതികളെയും മാജിക്കൽ റെമഡീസിനെയും പ്രൊമോട്ട് ചെയ്തു. അതിനെതിരെ സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും അഗ്രേറ്റം ബാക്കി പറഞ്ഞാട്ടെ. ഈ അക്യുപഞ്ചർ, ആയുർവേദ, ഈ പരിപാടിയൊക്കെ ഇന്ത്യയിൽ ലീഗലാണ്. നിങ്ങൾക്ക് അത് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ആയിക്കോട്ടെ, ലീഗൽ ആയിക്കോട്ടെ. പക്ഷേ നീ നിന്റെ ചാനലിലൂടെ പ്രൊമോട്ട് ചെയ്ത മാജിക്കൽ റെമഡീസ് ഉണ്ടല്ലോ, അത് ഇന്ത്യയിൽ ഇല്ലീഗലാണ്. അതായത് 7 ദിവസം കൊണ്ട് തൈറോയ്ഡ് മാറ്റിത്തരാം, 1 മാസം കൊണ്ട് PCOD മാറ്റിത്തരാം എന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടുള്ള വീഡിയോസ് ഉണ്ടല്ലോ, അത് ഇന്ത്യയിൽ ഇല്ലീഗലാണ്. അതിനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടാക്കില്ലേ? എന്തായാലും നീ ബാക്കി പറഞ്ഞാട്ടെ. ഞാൻ മനസ്സിലാവും. ഞാൻ പ്രൊമോട്ട് ചെയ്ത ആയുർവേദ ട്രീറ്റ്മെന്റിനെയാണ്. അതിനെയാണ് ഇങ്ങനെ വളച്ചൊടിച്ചത്. നീ ആയുർവേദ ട്രീറ്റ്മെന്റ് മാത്രമല്ല, നീ അക്യുപഞ്ചറും പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടാക്കില്ലേ? ഓർമ്മയില്ല, തൈറോയിഡിന്റെ ബോഡി. അത്രേ ഉള്ളൂ. അപ്പൊ ആരാണ് ഇവിടെ വളച്ചൊടിക്കണെന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇനി ഞാൻ ഇത്രയൊക്കെ പറയുമ്പോഴും പലരും ചിന്തിക്കുന്നുണ്ടാകും, ഈ ഡോക്ടർ ഡയാനക്ക് അഖിലിനോട് എന്താ ഇത്ര വിരോധം? അവനെതിരെ എന്തിനാണ് അവളെ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ ആവശ്യപ്പെടുന്നത് എന്നുള്ളത് അല്ലേ? അതിനൊരു മറുപടി ഉണ്ട്. അതായത് ഈ പറയുന്ന അഖിൽ ഈ പ്രൊമോഷൻ വീഡിയോ ചെയ്ത സമയത്ത്
ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഡയാന ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഡയാന ഒരു അലോപ്പത്തിക് ഡോക്ടറാണ്. സോ അവരൊരു എത്തിക്സിന്റെ ഭാഗമായി ചെയ്തതാണ് അത്. പക്ഷെ അങ്ങനെ ഡയാന സ്റ്റോറി ഇട്ട സമയത്ത് ഈ അഖിൽ വിദ്യാധർ ചെയ്ത പരിപാടി എന്താണെന്ന് അറിയോ? അറിയാവുന്ന ആളുകളൊക്കെ ഫോൺ വിളിച്ചുകൊണ്ട് ഈ ഡയാനയോട് ആ സ്റ്റോറി നീക്കം ചെയ്യാൻ വേണ്ടി ഭീഷണിപ്പെടുത്തുക. അവൾക്ക് നിരന്തരമായി മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. ഒരു ഇരിക്കപ്പുറത്ത് കൊടുത്തിട്ടില്ല. അങ്ങനെയാണ് ഡയാൻ എന്നെ കോൺടാക്ട് ചെയ്യുന്നതും എന്നോട് വീഡിയോ ചെയ്യാൻ ആവശ്യപ്പെടുന്നതും. ഇനി ഡയാൻ എനിക്ക് ഇതും പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ ആദ്യമായി മെസ്സേജ് അയക്കുന്നത് നവംബർ 26-നാണ്. പക്ഷെ ഞാൻ പൊതുവെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്യുന്നത് കുറവായിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ ഈ മെസ്സേജ് കാണുന്നത് നവംബർ 27-നാണ്. അതായത് ഡയാന മെസ്സേജ് അയച്ച് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ആ മെസ്സേജ് കാണുന്നത് തന്നെ. അങ്ങനെ അന്നേ ദിവസം തന്നെ ഞാൻ ഡയാനയുമായി സംസാരിച്ചു. ഡയാന ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. അന്നേരം ഡയാൻ എന്നെ വാൺ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ കണ്ടന്റ് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ ചെയ്തു കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാകും. ഞാൻ അനുഭവിച്ച പോലെ തന്നെ പലതും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുമെന്ന് ഡയാൻ എന്നെ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡയാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ആ കണ്ടന്റ് ഹോൾഡ് ചെയ്ത് വെച്ച്. പിന്നെ ഞാൻ യൂട്യൂബിൽ ഓരോ കണ്ടന്റ് ഇടുമ്പോൾ ഞാൻ എന്റെ മനസ്സിൽ ഇതുണ്ടായിരുന്നു, ഈ വിഷയം ചെയ്യണ്ടേ ചെയ്ത് എന്തായാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ റിസ്ക് വരും, ഇനി ചെയ്യണോ എന്നുള്ള രീതിയിൽ ഞാൻ കുറെ ചിന്തിച്ച് അവസാനം 2 ആഴ്ചത്തെ ചിന്തകൾക്കൊടുവിൽ രണ്ടും കൽപ്പിച്ച് മെനിഞ്ഞാന്ന് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചൊരു വീഡിയോ അങ്ങ് ചെയ്തു. ഡയാന പറഞ്ഞ പോലെ തന്നെ എനിക്കത് കാരണം ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. വലിയ സബ്സ്ക്രൈബർ ലോസും തെറിവിളിയുമായിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. എനിവേ എനിക്കതൊന്നും വിഷയമല്ല കേട്ടോ. നമ്മൾ ചെയ്ത കാര്യത്തിൽ ജെന്യൂനിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ എത്ര തെറി കേട്ടാലും എനിക്കൊരു വിഷയമില്ല. എന്തായാലും അഖിലേട്ടൻ ബാക്കി പറഞ്ഞാട്ടെ. ഇപ്പൊ ആക്ച്വലി ഇതിനെതിരെ ഞാനൊരു കേസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ കായ്സിനെതിരെയാണ്. കായ്സായിരുന്നു പേര്. കായ്സിനെതിരെ ഞാനൊരു കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെയും എൻ്റെ വൈഫിനെയും എൻ്റെ കുഞ്ഞിനെയും ഡിഫെയിം ചെയ്യാൻ വേണ്ടി ഡിഫെയിം ചെയ്യാൻ നോക്കി എന്നുള്ള രീതിയിലാണ് ഞാൻ കേസ് കൊടുത്തിട്ടുള്ളത്. ശരി, ഞാൻ എവിടെയാണ് നിന്നെയും നിന്റെ കുഞ്ഞിനെയും നിന്റെ ഭാര്യയും ഡിഫെയിം ചെയ്യാൻ നോക്കിയത്? അതിനൊരു ക്ലിപ്പ് നീ പ്ലേ ചെയ്ത് കാണിച്ചു തന്നാട്ടെ. ഞാൻ എവിടെയും നിന്റെ കുഞ്ഞിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ട് പോലുമില്ല. ഞാൻ ആകെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, നിന്റെ കുഞ്ഞിനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാണെങ്കിൽ, നിന്റെ കുഞ്ഞിനൊരു അസുഖം വന്നു കഴിഞ്ഞാണെങ്കിൽ നീ ഇത്തരത്തിലുള്ള ക്ലിനിക്കിൽ പോയി ചികിത്സിക്കുമോ എന്നുള്ളതാണ്. ഇതെങ്ങനെയാണ് കുഞ്ഞിനെ ഡിഫെയിം ചെയ്യുന്നതാകുന്നത്? എനിക്കത് മനസ്സിലാകുന്നില്ല. പിന്നെ നിന്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞത്, നിന്റെ ഭാര്യയുടെ പേര് ഒരിടത്ത് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. വീഡിയോന്റെ തുടക്കത്തിൽ നീ ആരാണെന്ന് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രമുഖ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഗ്രീഷ്മ ബോസിന്റെ ഭർത്താവാണ് അഖിൽ വിദ്യാധർ എന്നുള്ള രീതിയിൽ നിന്റെ ഭാര്യയുടെ പേര് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിനൊരു കാരണവുമുണ്ട്. കാരണം നിന്നെക്കാളും ഫേമസ് നിന്റെ ഭാര്യയാണ്. ഞാൻ പോലും നിന്നെ അറിയുന്നത് നിന്റെ ഭാര്യയുടെ ലേബിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നിന്നെ പരിചയപ്പെടുത്തുമ്പോൾ ഇന്ന ആളുടെ ഭാര്യ ആണെന്നുള്ള രീതിയിൽ പരിചയപ്പെടുത്തി, അത്രേ ഉള്ളൂ. അവിടെ എവിടെയാണ് ഡിഫമേഷൻ ഉള്ളത്? ചുമ്മാ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടും അതിൽ 1 മില്യന് പുറത്ത് കുറെ ഫോളോവേഴ്സും ഉണ്ടെന്ന് കരുതി എന്തും വിളിച്ച് പറയാമെന്ന് കരുതരുതാക്കില്ലേ. എന്തായാലും നീ എനിക്കെതിരെ കേസ് കൊടുത്തതല്ലേ, നമുക്ക് നിയമപരമായി തന്നെ മുന്നോട്ട് പോകാം. കേസ് കൊടുക്കാൻ ഇപ്പൊ ആർക്കും പറ്റും. ഇപ്പൊ എനിക്കും അഖിലിനെതിരെ കേസ് കൊടുക്കാൻ പറ്റും. ചുമ്മാ ഒരു ഡിഫമേഷൻ കേസോ ആർക്കും കൊടുക്കാൻ പറ്റും. പക്ഷെ അത് തെളിയിക്കുന്നതിലാണ് കാര്യം. നീ തെളിയിച്ച് കാണിക്കാൻ നോക്ക്. നിനക്കെതിരെ നീങ്ങാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. അപ്പൊ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ച് കാണാം. നീ ബാക്കി പറഞ്ഞാട്ടെ. എന്നെ എക്സ്പോസ് ചെയ്തവര് എന്നെ വളരെ മോശമായിട്ട് കള്ളത്തരം പറഞ്ഞ് എക്സ്പോസ് ചെയ്തു. അത് ശരിയല്ല. നിന്നെ കുറിച്ച് ആരും ഇവിടെ ഒരു കള്ളത്തിനും പറഞ്ഞിട്ടില്ലാക്കില്ലേ. നീ ചെയ്ത കാര്യങ്ങൾ വെച്ച് മാത്രമേ എല്ലാവരും ഇവിടെ സംസാരിച്ചിട്ടുള്ളൂ. നീ ചുമ്മാ മാനിപ്പുലേറ്റ് ചെയ്യല്ലേ, ആടിനെ പട്ടിയാക്കല്ലേ. നീ എന്ത് പറഞ്ഞാലും അത് കേട്ട് തുള്ളാൻ കുറെ ആൾക്കാരുണ്ടാകും എന്ന് വിചാരിച്ച് എന്നും പറഞ്ഞു കളയാമെന്ന് വിചാരിക്കരുത്. നീ ബാക്കി പറഞ്ഞിട്ട് എന്തായാലും പ്രശ്നങ്ങൾക്കൊന്നും പോവാറില്ല. അപ്പൊ ഡയാന നോക്കിയപ്പോ എന്താ ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളില്ല, എന്നാ പിന്നെ പ്രശ്നം ഉണ്ടാക്കിയേക്കാം. ഇവിടെ ആരാണ് ശരിക്കും പ്രശ്നം ഉണ്ടാക്കിയത്? നിങ്ങളൊരു ഫോൾസ് പ്രൊമോഷൻ നടത്തി, അതിനെതിരെ ഡയാന സ്റ്റോറി ഇട്ടപ്പോൾ നിങ്ങളെല്ലാം അങ്ങോട്ട് പോയി പ്രശ്നം ഉണ്ടാക്കിയത്. അതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നം വശമായത്. എന്നിട്ട് എല്ലാത്തിനും ക്രെഡിറ്റ് ഡയാനയുടെ തലയിലേക്ക് ഇട്ട് കൊടുക്കാല്ലേ. കൊള്ളാം. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. ഇത് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാരിറ്റി വേണം. കാരണം നമ്മൾ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ കൊളാബ് ചെയ്യുന്നവരാണ്, നമ്മൾ ഇനിയും കൊളാബ് ചെയ്യും. അപ്പോൾ നമ്മൾ ട്രസ്റ്റഡ് ആയിരിക്കണം. നമ്മളെ ബാക്കി പൈസ മേടിച്ച് ചെയ്യുന്നവരുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കുറച്ച് എത്തിക്സ് വേണം. നമ്മളെ ചേട്ടൻ പറഞ്ഞില്ലേ, കായ്സേട്ടൻ പറഞ്ഞാണ് എത്തിക്സ് വേണം. പൈസക്ക് വേണ്ടി ഒന്നും ചെയ്യരുത്, റീച്ചിന് വേണ്ടിയും ഒന്നും ചെയ്യരുത്. ശരി, അപ്പൊ ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാണ് ഇവരുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തത് എന്നുള്ളതാണ് ആശാൻ പറഞ്ഞു വെക്കുന്നത് അല്ലേ? അങ്ങനെ റീച്ചിന് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ വീഡിയോ എടുത്ത് ഒളിത്തേണ്ട ഒരു ആവശ്യവും എനിക്കില്ല. ചുമ്മാ അവിടുത്തെ ന്യൂസ് കണ്ടന്റും കുറച്ച് വൈറൽ ടോപ്പിക്സും എടുത്ത് ചർച്ച ചെയ്താണെങ്കിൽ തന്നെ നിങ്ങളുടെ വീഡിയോ റിയാക്ട് ചെയ്യുന്നതിന്റെ 5 ഇരട്ടി റീച്ച് എനിക്ക് കിട്ടും. അതിന്റെ ചാനൽ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെയുള്ള എനിക്ക് എന്തിനാണ് റീച്ചിന് വേണ്ടി നിങ്ങൾ തോണ്ടേണ്ട ആവശ്യം? നിങ്ങൾ തോണ്ടിക്കഴിഞ്ഞാണെങ്കിൽ എനിക്ക് ലാഭത്തെക്കാളും കൂടുതൽ നഷ്ടമാണുള്ളത്. കാരണം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകൾ എന്റെ വീഡിയോ കാണുന്നുണ്ട്. അവരൊക്കെ നിങ്ങളുടെ എതിരെ പ്രതികരിച്ചെന്ന കാരണം കൊണ്ട് എന്റെ ചാനൽ നിന്ന് ഇറങ്ങിപ്പോകും. അങ്ങനെ ഇറങ്ങിപ്പോവുകയും ചെയ്തല്ലോ. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എനിക്കെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാണെങ്കിൽ ഞാൻ എയറിലാവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള പരിപാടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ചെയ്ത വീഡിയോകളുടെ തമ്മിലൊക്കെ എടുത്തു വെച്ചിട്ട് ആ വീഡിയോ കാണുക പോലും ചെയ്യാതെ എന്നെ പല രീതിയിലും മോശമാക്കി ചിത്രീകരിച്ചിട്ടുണ്ട്. അതിനൊന്നും ഓരോന്നും എടുത്തെടുത്ത് മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, മുമ്പ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. പക്ഷെ തൽക്കാലം ഇപ്പൊ തന്നെ ഒരുപാട് സമയമായി, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. പിന്നെ ഇവിടെ എനിക്ക് അഖിൽ വിദ്യാധർ ഒരു പേരും ചാർത്തി തന്നിട്ടുണ്ട്, പരദൂഷണം
പരദൂഷണം എന്നുള്ളൊരു പേര്. എന്തിനാണ് അഖിൽ അങ്ങനെ ചെയ്തത്? ഇവൻ ചെയ്തൊരു ഫോഴ്സ് പ്രൊമോഷനെതിരെ ഞാൻ പ്രതികരിച്ചെന്ന കാരണം കൊണ്ട് ഞാനൊരു പരദൂഷണക്കാരനായി മാറി. അതിന്റെയൊക്കെ പേരിൽ ഞാനൊരു പരദൂഷണക്കാരനായി മാറിയിട്ടുണ്ടെങ്കിൽ എനിക്കതിൽ യാതൊരു കുഴപ്പമില്ല. മുമ്പും പലർക്കെതിരെ പ്രതികരിച്ചത് കാരണം ഈ പേര് ഒരുപാട് കേൾക്കേണ്ടി വന്ന വ്യക്തിയാണ് ഞാൻ. അതൊന്നും എന്റെ രോമത്തിൽ പോലും തൊട്ടിട്ടില്ല. ഇനിയും എനിക്ക് തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾക്കെതിരെ ഞാൻ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. അത് കാരണം എനിക്ക് എന്ത് വിളി കേൾക്കേണ്ടി വന്നാലും ഒരു കുഴപ്പമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കി ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്ന കുറച്ച് ആളുകൾ എന്റെ വീഡിയോ കാണുന്നുണ്ട്. എനിക്ക് അവർ മതി. അല്ലാതെ ആളുകളുടെ തെരുവിളി പേടിച്ച് മിണ്ടാതിരിക്കുന്ന സ്വഭാവം എനിക്കില്ല. സേഫ് സോൺ നോക്കി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സ്വഭാവം എനിക്കില്ല. അത് എന്റെ വീഡിയോ സ്ഥിരമായി കാണുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. എന്തായാലും അഖിലേട്ടൻ ബാക്കി പറഞ്ഞാട്ടെ. ഐസിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ എൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നത് നിങ്ങളുടെ നമ്പർ എനിക്ക് തരുമെന്ന് പറഞ്ഞ് റിപ്ലൈ ഇല്ല. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ സംസാരിച്ചതെന്ന് ഞാൻ ചോദിച്ചു. റിപ്ലൈ ഇല്ല. അപ്പോൾ അതിനുശേഷം ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ഐസിന് മെസ്സേജ് അയച്ചു. നീ തെളിവുകൾ കണ്ടിട്ടല്ലേ എനിക്കെതിരെ എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും ചേർത്ത് വീഡിയോ ചെയ്തത്, നമുക്കിനി നിയമപരമായിട്ട് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കേസ് കൊടുക്കുന്നത്. ഇതാകുമ്പോൾ മെസ്സേജ് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇവൻ എനിക്കെതിരെ ഒരുപാട് മെസ്സേജ് അയച്ചു. ഞാൻ അതിനൊന്നും റിപ്ലൈ കൊടുത്തിട്ടില്ല എന്നാണ് ഇവൻ പറയുന്നത്. ആക്ച്വലി ഇവൻ ആദ്യം എനിക്ക് മെസ്സേജ് അയക്കുന്നത് വൈകുന്നേരം 5:15 അറിയാലോ, ഇൻസ്റ്റാഗ്രാമിന് ഒരു രീതി അനുസരിച്ച് നമ്മൾ ഒരാളെ ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ ആ വ്യക്തി അയക്കുന്ന മെസ്സേജ് എല്ലാം ഇൻസ്റ്റാഗ്രാം റിക്വസ്റ്റിലാണ് വന്ന് കിടക്കുക. അങ്ങനെ വരുമ്പോൾ ആ മെസ്സേജ് നമുക്ക് നോട്ടിഫിക്കേഷൻ ആയി വരത്തില്ല. അതിനാൽ തന്നെ ഇവൻ മെസ്സേജ് അയച്ച് ഞാൻ കണ്ടതുമില്ല. പിന്നെ അന്നേ ദിവസം ഞാൻ അത്യാവശ്യം തിരക്കായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, ഞാൻ ഇൻസ്റ്റാഗ്രാം അധികം ചെക്ക് ചെയ്യാത്ത ഒരു വ്യക്തിയാണ്. എപ്പോഴെങ്കിലും എനിക്ക് ഫ്രീ കിട്ടുമ്പോൾ മാത്രമേ ഞാൻ ഇൻസ്റ്റാഗ്രാമിന് ഇൻബോക്സ് നോക്കത്തുള്ളൂ. അന്നേരം ആരെങ്കിലും ഒക്കെ കുറച്ച് കണ്ടന്റുകൾ അയച്ചു തന്നിട്ടുണ്ടാക്കും, അത് ഞാൻ ചെക്ക് ചെയ്യും. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഞാൻ ഇറങ്ങും, അത്രേ ഉണ്ടാകത്തുള്ളൂ. റിക്വസ്റ്റ് ബോക്സ് ഒക്കെ നോക്കുന്ന വളരെ കുറവാണ്. അതുകൊണ്ടാണല്ലോ ഡയാൻ അയച്ച മെസ്സേജിന് ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ട് റിപ്ലൈ കൊടുത്തത്. എന്തായാലും ഇവൻ 5:15 അയച്ച മെസ്സേജ് ഞാൻ അയച്ച പാടെ കണ്ടിട്ടില്ലായിരുന്നു. മാത്രമല്ല എന്റെ വേണ്ടപ്പെട്ട ഒരാളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ അന്ന് ചില തിരക്കുകളിലുമായിരുന്നു. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 9 മണി ആകുന്ന സമയത്താണ് ഇൻസ്റ്റാഗ്രാം നോക്കുന്നത്. അപ്പോഴേക്കും ഇവനൊരു മെസ്സേജും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഇവൻ കാണിച്ച സ്ക്രീൻഷോട്ട് കാണാം. ഇവൻ 8:15 ഇട്ട മെസ്സേജ്. എന്താണ് അവൻ ആ മെസ്സേജ് പറയുന്നത്? എന്റെ ഭാര്യയും കുഞ്ഞിനെയും ചേർത്ത് പറഞ്ഞതിൽ ഞാൻ നിനക്കെതിരെ പോലീസ് കേസ് കൊടുത്തിട്ടുണ്ട് എന്ന്. എന്നിട്ട് ഇവന് പോലീസ് സ്റ്റേഷനിൽ പോയ ഒരു ഫോട്ടോയും കാണിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ പിന്നെ എനിക്ക് പൊളിഞ്ഞു കയറി. അങ്ങനെ നമ്മൾ ചെയ്യാത്ത കാര്യത്തിന് കേസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നിയമപരമായി കാണാന്നുള്ള രീതിയിൽ ഞാൻ മിണ്ടാതെ അവിടെ ഇരുന്ന് മറുപടി കൊടുക്കാൻ പോയില്ല. പോലീസുകാർ വിളിക്കുമ്പോൾ ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്യാന്നുള്ള രീതിയിൽ ഇവന് മറുപടി കൊടുത്തില്ല. അതാണ് ഇവിടെ ആക്ച്വലി സംഭവിച്ചത്. അപ്പൊ അതിനൊരു ക്ലാരിഫിക്കേഷൻ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്റെ ഭാഗത്തു നിന്നുള്ള ക്ലാരിഫിക്കേഷൻ എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ചില കമന്റുകളെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ചില ആളുകളൊക്കെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുന്നുണ്ട്, നാണമില്ലേ ആളുകളുടെ പച്ചിറച്ചി തിന്ന് ജീവിക്കാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതിലൊക്കെ എവിടെയാണ് സുഹൃത്ത് ഞാൻ പച്ചിറച്ചി തിന്നത്? ഒരാൾ ചെയ്തൊരു തെറ്റിനെതിരെ പ്രതികരിക്കുന്നത് പച്ചിറച്ചി തിന്നലാണെങ്കിൽ നിങ്ങൾ എന്നെ കുറിച്ച് അങ്ങനെ തന്നെ വിചാരിച്ചോളൂ. പിന്നെയും കുറെ കമന്റുകളുണ്ട്, ഗ്രീഷ്മ ബോസ് ഇഷ്ടം, അവർ ഞങ്ങളുടെ മുത്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നിങ്ങൾ അവരെ ഇഷ്ടപ്പെടുകയോ നിങ്ങൾ അവിടെ മുത്തായി കാണുകയൊക്കെ ചെയ്തോളൂ. അതൊന്നും ഇവിടെ വിഷയമുള്ള കാര്യമില്ല എന്ന് കരുതി അവരെന്ത് തോന്നിയാസം കാണിച്ചാലും അതിനെതിരെ മിണ്ടരുത് എന്നാണോ? അല്ല, അറിയാത്തതുകൊണ്ട് ചോദിക്കാം. ഇവിടെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇങ്ങനെ കമന്റ് ചെയ്യുന്നവർ തന്നെയായിരിക്കും നാളെ ന്യൂസിൽ വല്ല അക്യുപങ്ചർ ചികിത്സയ്ക്കും പോയി ആരെങ്കിലും മരിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാണെങ്കിൽ അവിടെ പോയി ഡോക്ടറിനെ തെറി വിളിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നത്. അവർ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഇൻഫ്ലുവൻസർ ഇത്തരത്തിലുള്ള അശാസ്ത്രീയ ചികിത്സാ രീതികൾ പ്രൊമോട്ട് ചെയ്യുന്നതിനെതിരെ സംസാരിച്ച് കഴിഞ്ഞാണെങ്കിൽ അപ്പൊ അവരെ തെറി വിളിക്കാനും വരും. ഇവിടുത്തെ ആളുകളുടെ മെന്റാലിറ്റി എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഡയാനെ എനിക്ക് ഇന്നലെ ഒരു വോയിസ് ക്ലിപ്പ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും കേട്ട സ്ഥിതിക്ക് ഡോക്ടർ ഡയാനയ്ക്ക് എന്താണ് പറയാനുള്ളതും കൂടി നിങ്ങൾ കേൾക്കണമല്ലോ. അതുകൊണ്ട് കേട്ട ശേഷം മാത്രം ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇങ്ങനെ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യണത് തെറ്റാണ്. ആൾക്കാരെ ഇങ്ങനത്തെ സ്ഥലത്തേക്ക് ഡയറക്റ്റ് ചെയ്യണത് തെറ്റാണ് എന്ന് പറഞ്ഞതിന് ഇവര് എന്റെ എതിരെ ചെയ്ത കാര്യങ്ങൾ ചെറുതൊന്നുമല്ല. ഇറ്റ്സ് ബീൻ മോർ ദാൻ 2 weeks ആയിട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട്. മോർ ദാൻ ദാറ്റ് ഇവര് രണ്ടുപേരും മക്കളും അവരുടെ ഭാര്യയും ചെയ്യുന്ന ത്രെട്ടനിങ് ചെറിയ രീതിയിലൊന്നുമല്ല. ഞാൻ ശല്യപ്പെടുത്തിയതും ചെറിയ രീതിയിലൊന്നുമല്ല. ഇവരുടെ വിചാരം നമ്മളിങ്ങനെ അടിച്ചമർത്തി അല്ലെങ്കിൽ വിഷമിപ്പിച്ചോ അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്ത് ഇങ്ങനെ ഒരു കളിയാക്കി മോക്കറി ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം ഓക്കെയാണ്, ഞങ്ങൾ അത് പിന്നെ വിട്ടുകളയണം. പക്ഷെ അവര് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. ഞാൻ അറിയുന്ന എല്ലാവരെയും വിളിച്ചിട്ട് എന്നെ പറ്റി അങ്ങേറ്റം വരെ വൃത്തിയോട് പറയാം. അതായത് അവരൊക്കെ എന്നെ തിരിച്ചു വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ ഒക്കെ കോൾ റെക്കോർഡിങ്സ് എന്റെ കയ്യിലുണ്ട്. ഇതൊന്നും അവരെന്താ വിചാരിച്ച് ആൾക്കാരെല്ലാവരും പൊട്ടന്മാരാണെന്ന് എന്നെ പറ്റി പറയണം. അവള് കടികേറിയാണെന്ന്. എന്തിനു കടികേറി അല്ലെങ്കിൽ എന്തിനാ അസൂയപ്പെടാനായിട്ട് ഒന്നുമില്ല. എന്തിനാ ഞാൻ എന്നെ പോലെ ഒരാൾ ഇവരെ കണ്ടിട്ട് അസൂയപ്പെടണം? ഞാനല്ല, വേറെ ഒരു സാധാരണ ആളാണെങ്കിലും ഇവരെ കണ്ടിട്ട് അസൂയപ്പെടാനായിട്ട് ഒന്നുമില്ല. അത് ഞാൻ മാത്രമല്ല, ഇവരാദ്യം മനസ്സിലാക്കണം. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ ഒരാളെ ഇങ്ങനെ മോശമായിട്ട് ചിത്രീകരിക്കാൻ പറ്റുമോ? ഇത് ക്യാൻ പോർട്രേ മീ ആസ് വെരി റോങ് പേഴ്സൺ. ഇങ്ങനെയൊക്കെ സംസാരിച്ചാലാണ്. എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം, ഐ എം ഇൻ എ മച്ച് ബെറ്റർ സിറ്റുവേഷൻ ദൻ ദം. ഐ ആം ബ്ലെസ്ഡ് ആൻഡ് ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. എന്റെ സിറ്റുവേഷനും അവരുടെ സിറ്റുവേഷൻ ഇസ് കംപ്ലീറ്റ്ലി എക്സ്ട്രീം. അത് എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം. പക്ഷെ ഇവർ ഈ വീഡിയോയില് എന്നെ എന്തോരാണ് ഹ്യൂമിലിയേറ്റ് ചെയ്തത് ജസ്റ്റ് ബിക്കോസ് ഐ സ്റ്റുഡ് അപ്പ് ഫോർ സംതിങ് റോങ്. അത് റോങ് എന്ത് രീതിയിലാണെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് ഇവരുടെ അടുത്തും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, സ്റ്റേഷനിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവര് സിറ്റുവേഷൻ അറ്റ് ഹാൻഡ് നിന്ന് ഡീവിയേറ്റ് ചെയ്ത്
ഇത് മേഡിട്ട് അബൌട്ട് ദംസെൽസ്. പിന്നെ അവരവിടെ ഉണ്ടായിരുന്നോ ഇല്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നോ ഇല്ല, അങ്ങനെയൊക്കെയാണ് അവരുണ്ടാക്കി കൂട്ടി നോക്കിയത്. The fact is they are not supposed to direct people to such a center or make such advertisements at a place where they are promising like magical remedies. ആ വീഡിയോയിൽ നമ്മൾ കാണുന്നേക്കാളും കൂടുതലുണ്ട്. അവർ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ഉള്ള കാര്യമാണ്. അത് സ്റ്റേഷനിൽ പോയപ്പോഴും കാര്യങ്ങൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോയില് അവര് കുറെ പേരുടെ വോയിസ് റെക്കോർഡിംഗ് ഒക്കെ എന്ന് പറഞ്ഞിട്ട് കേൾപ്പിക്കുന്നുണ്ട്. ആരാണ് ഈ വോയിസ് റെക്കോർഡിംഗിന്റെ കേൾപ്പിക്കുന്നത്? മാർട്ടിൻ എന്ന് പറഞ്ഞ ഒരാളുടെ വോയിസ് റെക്കോർഡിംഗ് ഇവർ കേൾപ്പിച്ചിട്ടുണ്ട്. അതേ മാർട്ടിന്റെ വോയിസ് റെക്കോർഡിംഗ് എന്റെ കയ്യിലുണ്ട്. സോ ശരിക്കും ഇവിടെ എന്താ സംഭവിക്കണേ? ഈ അഖിലിനെ പറഞ്ഞത് ഈ വീഡിയോ പുറത്തു വന്ന് കഴിഞ്ഞിട്ടാണ് ജസ്റ്റ് ടു കവർ അപ്പ് മാനിപ്പുലേറ്റ് തിങ്സ്. ഈ ആൾക്കാർ അന്ന് തന്നെ രണ്ടു ദിവസം മുമ്പ് എല്ലാവരും, ഞാൻ അറിയുന്ന എല്ലാവരെയും വിളിച്ചിട്ട് അവര് എന്റെ അടുത്ത് പറയണത് എന്റെ കയ്യിലുണ്ട്. അതായത് ഇവർ 8, 9, 10 പ്രാവശ്യം വിളിക്കാം. അവർ ഫോൺ എടുത്തില്ലെങ്കിൽ നീ എന്താ ഫോൺ എടുക്കാത്തെ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവര് പറയുന്നുണ്ട്. ഇവൻ അവരോട് പറയാം, ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും, നീ പറഞ്ഞാൽ മതി. അവരെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. അവരെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവനവിടെ അത് കട്ട് ഓഫ് ചെയ്യും. അപ്പൊ അവന് കിട്ടാൻ പറ്റാവുന്ന ഭാഗങ്ങൾ മാത്രം കിട്ടിയിട്ട് ഇതൊക്കെ എന്റെ കയ്യിലുണ്ട്. ഇതാണ് ഞാൻ ഇന്നലെ സ്റ്റേഷനിൽ പോയപ്പോ ബ്ലൂടൂത്ത് സ്പീക്കർ വെച്ചിട്ട് നല്ല ക്ലിയർ ആയിട്ട് അവിടുത്തെ ഓഫീസേഴ്സിനെ കേൾപ്പിച്ചിട്ടുണ്ട്. സോ ഇവർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്തും ചെയ്ത് മനുഷ്യനെ ഒരു തകർത്ത്, അല്ലെ മനുഷ്യനെ ഇങ്ങനെ ഹ്യൂമിലിയേറ്റ് ചെയ്തിട്ട് വെറുതെ പോകാമെന്നൊന്നും വിചാരിക്കാൻ പാടില്ല. ദേ ഹാവ് വയലേറ്റഡ് മെനി സെക്ഷൻസ്, പല ലോസ് ഉണ്ട്. പിന്നെ ഒരാളുടെ അടുത്ത് ഇങ്ങനെയൊന്നും അല്ല ചെയ്യാൻ പാടുണ്ട്. എന്തൊക്കെയായാലും ഞാൻ ആ വീഡിയോയില് ഇവരെ പറ്റി ഒരു മോശം വാക്ക് പറഞ്ഞിട്ടില്ല. എന്റെ വായെന്ന് ഇവരെ പറ്റിയിട്ട് ഒരു മോശം വാക്ക് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവര് എന്തൊക്കെയാ പറഞ്ഞേക്കണേ? കള്ളി, കടികേറി, ഇവര് ഡോക്ടറാണോ, കിളി പോയ ആളാണ്, ബോധമുണ്ടോ, ബോധമില്ലാത്ത ആളാണ്, എന്തൊക്കെയാ ഇവര് പറഞ്ഞ? ഇവര് ഉപയോഗിച്ച വാക്കുകൾക്ക് ഒരു കുറവില്ല. And the way they have portrayed me, അവര് എന്തോ ഒന്നുമില്ലാത്ത ഞാൻ എന്തോ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് പറയുന്ന പോലെയാണ്. They have fabricated everything. ഇവിടെ ക്വസ്റ്റ്യൻ ഈസ് നോട്ട് ദാറ്റ് ഹി വെന്റ് ഫോർ ട്രീറ്റ്മെന്റ്, നോട്ട് ഫോർ ട്രീറ്റ്മെന്റ്. ഞാൻ കളിക്കാൻ പോയോ, ഇവൻ കളിക്കാൻ പോയെന്നല്ല. അവിടെ നടന്ന കുറെ സംഭവങ്ങളുണ്ട്. ഇറ്റ് ഇസ് എ പുട്ട് അപ്പ് ആക്ട്. എന്റെ ഫ്രണ്ട്സിനോട് തന്നെയാണ് അവിടെ ഞാൻ ബെഞ്ചിലിരിക്കും, വിഷമിച്ചിരിക്കുമ്പോ ഒരു വീഡിയോ എടുക്കണം. ആൾക്കാര് ബെഞ്ചിൽ വിഷമിച്ചിരിക്കുമ്പോ വേറെ ആൾക്കാരെ കൊണ്ട് വെയിറ്റിംഗ് ഫോർ അവർ ചാൻസ് ടു പ്ലേ ബാഡ്മിന്റൺ, ജസ്റ്റ് ടേക്ക് മൈ വീഡിയോ എന്നാ പറയാ. വൈ ദേ ഡിഡ് ഓൾ ദീസ് തിങ്സ്? പിന്നെ അവർക്ക് അവരുടെ വൈഫ് അല്ലെങ്കിൽ കൊച്ചിനെ പറ്റി പറഞ്ഞു, ഒരു മോശം വാക്ക് പറഞ്ഞിട്ടില്ല. ആകെ കൂടെ ചോദിച്ചത് നിങ്ങൾ നിങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ സ്വന്തം കൊച്ചിനെ, അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ അവിടെ ചികിത്സയ്ക്ക് കൊണ്ടുപോകും, ദാറ്റ്സ് ഓൾ. പക്ഷെ അവര് കുത്തിത്തിരിച്ചിട്ട് അയ്യോ മോശം പറഞ്ഞു, അങ്ങനെ ഒരു ഒറ്റ ബാഡ് വേർഡ് പറഞ്ഞിട്ടില്ല. പക്ഷെ അവരെന്തൊക്കെയാ ചെയ്തേ? ഈ അഖിലെ സ്റ്റേഷനിൽ വിളിച്ചു കൊണ്ടുവന്നപ്പോ അവിടെ ഒരു വല്ലാത്ത ആറ്റിറ്റ്യൂഡ് കാണിച്ചത്, ചിരിയും കളിയും, അയ്യോ ഇങ്ങനെ എന്തായാലും ഒരു സീരിയസ്നെസ് ഇല്ല ഇവർക്ക്. അതാ എന്റെ ആയിക്കോട്ടെ, അങ്ങനെയാണ് ഞാൻ കാണിച്ചിട്ടുണ്ട്, അതാണ്. ദിസ് ഇസ് നോട്ട് ദ വേ ടു ഡീൽ വിത്ത് ആൻ ഇഷ്യൂ. ആൻഡ് ദേ ആർ എൻജോയിങ്. അവര് ഞങ്ങൾ വിചാരിക്കുന്ന പോലെ ഇപ്പൊ ഞാൻ എന്റെ കയ്യിൽ ഇരിക്കണ എല്ലാ എവിഡൻസസ് ഒരുപാടുണ്ട്. ഇത് സിംപ്ലി ഷോയിങ് കോൾ റെക്കോർഡ് ഇങ്ങനെയാണ്, അതാണ്. ഇതേ ആൾക്കാർ എനിക്കും അറിയാം. സിറ്റുവേഷൻസ് അവർ എത്ര ട്വിസ്റ്റ് ആൻഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ദ മാറ്റർ അറ്റ് ഹാൻഡ് ഇസ് ദ സെയിം. ആസ് പെർ ലോ ഈസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ലീഗലാണ്. അതല്ലല്ലോ ആരും പറഞ്ഞത്. ഇപ്പൊ കേരളത്തില് 3 മാസം മുമ്പ്, 5 മാസം മുമ്പ്, 7 മാസം മുമ്പ് കറക്റ്റ് ആയിട്ടുള്ള ന്യൂസ് റിപ്പോർട്ട്സും ചർച്ചകളും ഒക്കെ നടന്നിട്ടുള്ളതാണ്. ഹി ഈസ് ടെല്ലിംഗ് ഹി ഡിഡ് നോട്ട് പ്രൊമോട്ട്. ആ ക്ലിനിക്കില്, ആ സെന്ററിൽ എന്താ നടക്കണമെന്ന് എല്ലാവർക്കും അറിയാം. ആൻഡ് ഈവൻ ഇൻ ദാറ്റ് സെയിം വീഡിയോ ദർ ആർ പോസ്റ്റേഴ്സ് പുട്ട് അപ്പ്. 7 ദിവസം കൊണ്ട് ഇത് ചികിത്സിച്ച് ക്ലിയർ ചെയ്യാം, 1 മാസം കൊണ്ട് ഇത് ചികിത്സ, എല്ലാം ഞാൻ മാർക്ക് ചെയ്തിട്ടാണ് കാണിച്ചത് പോലീസ് പീപ്പിൾ. അവരെന്താ വിചാരിച്ച് നമുക്ക് ഒന്നും അറിയില്ല, ഞങ്ങളിത് മോശം തോന്നിയിട്ട് മിണ്ടാതിരിക്കും. അവര് ഹറാസ് ചെയ്യാനായിട്ട് അങ്ങേയറ്റം വരെ ചെയ്തിട്ടുണ്ട്. എളുപ്പമായല്ലോ. അപ്പൊ എന്തും ചെയ്യാം. ഒരു പ്രൊമോഷണൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവര് എന്നെ ഒരാളായിട്ട് ഇത്രയും ഡിസ്റ്റർബ് ചെയ്തത്. മെന്റലി മാത്രമല്ല, എല്ലാ രീതിയിലും ഡിസ്റ്റർബ് ചെയ്തത്. സ്റ്റേഷനിൽ ഇന്നലെ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഖിലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ കാര്യങ്ങള് മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കാനായിട്ടും ആൾക്കാര്, ഞാൻ അറിയുന്ന എന്റെ ഫ്രണ്ട്സിനെ എല്ലാവരും ഇങ്ങനെ ചറപറ വിളിച്ചുകൊണ്ടിരുന്നിട്ട്
ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ബോംബാർഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് അവന് കിട്ടാതിരിക്കാമോ അവൻ കോള് കട്ട് ചെയ്തിട്ട് പിന്നെ വിളിക്കും. ഒരാളെ 2, 3, 5, 10 പ്രാവശ്യമൊക്കെ വിളിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും ഇന്നലെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോ സൈൻ ചെയ്യിപ്പിച്ചു ദാറ്റ് ഹി വിൽ നോട്ട് റിപ്പീറ്റ് ഇറ്റ് അഗൈൻ. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോ വൈകുന്നേരം രാത്രി ഹി കോൾഡ് അനദർ ഫ്രണ്ട് ഓഫ് മൈൻ ഹു വാസ് എ ലേഡി. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ കളിക്കാൻ വന്നിരുന്നാണ്. ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യമാണ്, ഇനി ആരെയും ഡിസ്റ്റർബ് ചെയ്യരുത്. അതും ഒരു എന്താ പറയാ, ഒരു മര്യാദയില്ലാത്ത രീതിയിൽ ഹി കണ്ടിന്യൂഡ് വാട്ട് ഹി ഈസ് ഡൂയിങ്. എന്റെ ഫസ്റ്റ് കംപ്ലൈന്റ് മുതൽ ഞാൻ പറയുന്നത് ഇതാണ്, ഐ നോ ഹിസ് നേച്ചർ. ഇവര് ആൾക്കാരെ താഴ്ത്തിയിടാനോ അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യാനോ ഒരു മോക്കറി ചെയ്യാനായിട്ട് എന്തും ചെയ്യും. എല്ലാം കുറച്ച് എന്താണ്, ഹൗ കൺവിൻസിംഗ്ലി അവർ ആ വീഡിയോ ഇട്ടേക്കണേ, ഹൗ കൺവിൻസിംഗ്ലി ഇല്ലല്ലേ. എന്റെ അടുത്ത് ആൾക്കാരെ കൊണ്ട് മെസ്സേജ് ചെയ്യിപ്പിച്ചേക്കണേ ത്രെട്ടൺ ചെയ്യുന്ന രീതിയിൽ. എന്താണ്, പ്രശ്നം വരുന്നുണ്ടല്ലോ ഡോക്ടറെ, പണി വരുന്നുണ്ടല്ലോ ഡോക്ടറെ, അറിയാത്ത അക്കൗണ്ട്സിൽ നിന്ന് മെസ്സേജ് ചെയ്യിപ്പിക്കണം. ഇനി ഇവര് തന്നെ ആ വീഡിയോയില് ബൂസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഓരോ IDs ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ടും ചെയ്യാൻ പോകുന്നുണ്ട്. ഒരാളെ കൊണ്ട് തന്നെ 3-4 പ്രാവശ്യം കമന്റ് ഇടിപ്പിച്ചിട്ടുണ്ട്. അത് എന്ത് കമന്റ് ആക്കി എഴുതിയേക്കണേ. ഈവൻ ലേഡീസ്, സം ലേഡീസ് ഹാവ് റിട്ടൺ അടി പട്ടി നാറി എന്തൊക്കെ എഴുതിയേക്കണേ ഞാൻ മെൻഷൻ ചെയ്യാം. ഇവര് ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന ആളും അഖിലും പറയുന്ന ആള് ഇവരൊരു ഡോക്ടറാണോ എന്തോ പഠിച്ചേക്കണേ. എന്റെ കരിയർ, എന്റെ പ്രൊഫഷൻ, ഞാൻ എന്താ പഠിച്ചേക്കണേ, എന്റെ ഒരു കപ്പാസിറ്റി അവര് എന്തോരാണ് അവര് ഡിഫൈം ചെയ്തത്. എന്തിന്? അവരുടെ ആ ഒരു പ്രൊമോഷണൽ വീഡിയോ വെക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും ലോ മോറൽ ഗ്രൗണ്ട് ആയിട്ട് ആരെങ്കിലും നിൽക്കാൻ പറ്റുമോ? ഷീ ഈസ് എ ലേഡി, ഷീ ഹാസ് എ ചൈൽഡ്, ഐ ആം ഓൾസോ എ ലേഡി. ഇവരുടെ ഹസ്ബൻഡ് എന്റെ ഇതിൽ എന്തൊക്കെയാ ചെയ്യണേ? ഒരുമാതിരി പേടിപ്പിക്കാൻ നോക്കാം, കണ്ടു കാണിക്കാൻ നോക്കാം. സ്റ്റേഷനിൽ വരാണെങ്കിലും ഇരിച്ചോണ്ടിരിക്കുക. പോകുമ്പോ അവിടുന്ന് ചെയ്യരുതെന്ന് പറയും. ഹി ഈസ് ജസ്റ്റ് കോൺഫിഡന്റ്ലി ഡൂയിങ് whatever he wants. അത് വേറൊരാളെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, എന്തോരം ബുദ്ധിമുട്ടിക്കണമെന്ന് ഒന്നും ഒരു ചിന്തയില്ല. ഇവിടെ ഓഫീസേഴ്സ് പറയണത് എല്ലാവരും അവര് പറയുന്നുണ്ടല്ലോ, കളമശ്ശേരി സ്റ്റേഷനിലുള്ള ആൾക്കാർക്ക് മനസ്സിലായി അത്രേ. അതല്ലായിരുന്നു ശരിക്കുള്ള സിറ്റുവേഷൻ. ഹി വാസ് വാൺഡ് വെരി സീരിയസ്ലി ബൈ ദ പോലീസ്. ഞാൻ എന്റെ ഭാഗം എല്ലാം ക്ലിയർ ആയിട്ട് കേൾപ്പിച്ചപ്പോ ഭയങ്കര സീരിയസ്ലി ആയിട്ടാ പറഞ്ഞേ, ഡോണ്ട് യു ഡെയർ റിപ്പീറ്റ് ദീസ് തിങ്സ്. നീ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ ഇനി മേലാൽ റിപ്പീറ്റ് ചെയ്യരുത്. എന്നിട്ട് എന്തായി? ആള് വിളിച്ചോണ്ടും ചിരിച്ചോണ്ടും പുറത്തു പോയിട്ട് അത് തന്നെ റിപ്പീറ്റ് ചെയ്തു. ഓരോ ആൾക്കാര് ഇവരുടെ കൺവിൻസിങ് വേ ഓഫ് പ്രസന്റിങ് തിങ്സിൽ എഴുതിയേക്കണാണ് ആ ഡോക്ക് പെണ്ണാണ് മെയിൻ നാറി. എന്നിട്ട് വേറെന്താ ഓരോരുത്തർ എഴുതിയേക്കണാണ്, നീ നശിച്ചു പുഴുത്തു ചാവുപടി. എന്താണ് ആ ഡാന നായിന്റെ മോൾക്ക് എന്തിന്റെ അസുഖമാണ്, എന്താണ് അസൂയക്ക് മരുന്നില്ല. ഇതാണ് എല്ലാവരും ആദ്യം മനസ്സിലാക്കേണ്ടത്. അസൂയപ്പെടാനൊന്നും ഇല്ല. എനിക്ക് മാത്രമല്ല, വേറെ ഒരു സാധാരണ ആൾക്കാർക്കാണെങ്കിലും ഇവരുടെ നോക്കിയിട്ട് അസൂയപ്പെടാനൊന്നും ഇല്ല. അപ്പൊ പ്ലീസ് യു കനോട്ട് കമ്പയർ. ഇങ്ങനെ പറഞ്ഞിട്ട് ഒരാളെ മോശമായിട്ട് ചിത്രീകരിക്കാനാണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി. പക്ഷെ എനിക്ക് എന്റെ സിറ്റുവേഷൻ അറിയാം. ഈ ഒരു വാക്ക് അവർ പറഞ്ഞല്ലോ, അതായത് കടി കയറിയതാണെന്ന് സ്റ്റേഷനിൽ വെച്ച് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു ഒരു സിറ്റുവേഷൻ, അവരുടെ ഒരു സിറ്റുവേഷൻ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാനിപ്പോഴും പറയുന്നില്ല. എനിക്ക് അങ്ങനത്തെ ഒരു ഗതികേടില്ല. പക്ഷെ നിങ്ങൾ എന്ത് കോൺഫിഡന്റിലാ പറഞ്ഞേക്കണേ അസൂയ കടി കയറിയിട്ട് എന്നൊക്കെ. ഇറ്റ്സ് വെരി ഈസി ടു റൂയിൻ സംവൺ കംപ്ലീറ്റ്ലി ജസ്റ്റ് ഫോർ ഫൺ. ഇപ്പൊ ആ വീഡിയോയിലാണെങ്കിലോ ഞാൻ അറിയാത്ത ഏതോ ഒരാളുടെ കോള് ചെയ്തിട്ട് അവൻ ചിരിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ആരാന്ന് അറിയില്ല. ഇവര് ഇങ്ങനൊക്കെ പഠിച്ചിട്ട് ഐ മീൻ ഹൗ കൻ ഷീ സേ ലൈക്ക് ദാറ്റ്, ആരാണ് ഇയാള് എന്നെ പറ്റി പറയാനായിട്ട്? എങ്ങനെ സംഭവിച്ചത് എല്ലാം എന്താണെന്ന് ഇവർക്ക് അറിയോ? ഇല്ല. പക്ഷെ ഏതോ ഒരാളുടെ അവരുടെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ട് എനിക്കറിയില്ല നമ്മുടെ ഇതിലാണോ വേറെ, അല്ലെങ്കിൽ യു ഷുഡ് മെൻഷൻ ദ നെയിം ഓഫ് ദാറ്റ് പേഴ്സൺ ഹു സ്പോക്ക്. ബാക്കിയുള്ള ആൾക്കാരുടെയും ഇറ്റ് ഈസ് വെരി എവിഡന്റ്. വേറൊരാളുടെയും സംസാരിക്കുന്നതിന് ഇടയ്ക്ക് തിരിച്ചെന്തോ പറയാൻ പോണതിന് മുമ്പ് ഹി ഹാസ് കട്ട് ഇറ്റ്, ഹി ഹാസ് എഡിറ്റഡ് ദാറ്റ് പോർഷൻ. ദിസ് ഈസ് നോട്ട് ദ വേ. നോ, ബാക്കി നമ്മുടെ കൂട്ടത്തിൽ വിളിച്ച് സംസാരിച്ച ആൾക്കാരുടെ ഹി കനോട്ട് പോസ്റ്റ് ഇറ്റ്. കാരണം അവര് പറഞ്ഞിട്ടുണ്ട് കുറെ കാര്യങ്ങൾ വിച്ച് വിൽ ബി കോൺട്രഡിക്ടറി ടു വാട്ട് ഹി ഹാസ് സെഡ് ഇൻ ദിസ് വീഡിയോ. അതെല്ലാം പോട്ടെ, എല്ലാം പോട്ടെ.
The main matter at hand is, as per the situations here in Kerala, ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യരുത്. ഇങ്ങനത്തെ മീൻസ് എന്തിനാണ് ഈ ആൾക്കാരെ അവിടെ ഡയറക്റ്റ് ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ഇവർക്ക് മാതൃകയാവാൻ പറ്റുമോ? ഇനി മുതൽ ഒരു കാര്യത്തിനും വേറെ ഹോസ്പിറ്റലൊന്നും പോവില്ല. അവരെല്ലാവരും, അവരറിയുന്ന എല്ലാവരും അവിടെ മാത്രം ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? അവര് പിന്നെ ഉറപ്പ് നൽകണം. അതായത് ഇതുവരെ കേരളത്തിൽ വേറെ സ്ഥലത്ത് നൽകിയതോ അല്ലെങ്കിൽ അവിടെ വരുന്ന പേഷ്യൻസിന് ചികിത്സിച്ചത് അവർ ഷുവർ ആയിട്ട് ഇല്ലെങ്കിൽ ദേ വിൽ ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദാറ്റ്. അതവർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നെ എന്തിനാണ് ആൾക്കാർ അവിടെ ഡയറക്റ്റ് ചെയ്യുന്നത്? അതില്ല. ആക്യുപഞ്ചറെ പറ്റി പറഞ്ഞില്ല, കപ്പിങ്ങിനെ പറ്റി പറഞ്ഞില്ല. ഇറ്റ് ഇസ് ആൻ ആക്യുപഞ്ചർ ആൻഡ് കപ്പിംഗ് സെന്റർ. അവിടെ അതിന്റെ ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്, അതാണ് എഴുതിയിരിക്കുന്നത്. ഹി ഹാസ് ടേക്കൻ ആയുർവേദ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. വീഡിയോയില് ഹി ഹാസ് ഡൺ ആ കഴുത്തിങ്ങനെ തോർത്തിട്ട് വിളിക്കുന്നുണ്ട്. ദാറ്റ് കംസ് അണ്ടർ അനദർ മോഡാലിറ്റി. ദാറ്റ്സ് നോട്ട് ആയുർവേദ. എന്തോ ആയിക്കോട്ടെ, പക്ഷെ എന്തിനാണ് അവര് മറ്റുള്ളവരെ അങ്ങോട്ടേക്ക് ഡയറക്റ്റ് ചെയ്യണേ? ഞങ്ങളവിടെ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ അറിയുന്ന കുറച്ച് ആൾക്കാര്. വാട്ട് വി ഗോട്ട് നോ ഇസ് വെരി ഡേഞ്ചറസ്, വെരി ഡേഞ്ചറസ്. അതും കൂടെയൊക്കെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ബിയോണ്ട് റിപ്പയറബിൾ ദ ഡാമേജ് ഹി ഈസ് ഡൂയിങ് ബൈ ലീഡിങ് പീപ്പിൾ ദർ. അത് പറഞ്ഞില്ല ഇത് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹി കനോട്ട് സേ ദാറ്റ് ഹി ഈസ് നോട്ട് പ്രൊമോട്ടിങ് എനി അതർ ട്രീറ്റ്മെന്റ് ദർ. ക്ലിയർലി അവിടെ പറയുന്നുണ്ട് ഇന്ന ഫെസിലിറ്റീസ് ഉണ്ട് ഇവിടെ, 1500 ആണ്. ഈ ഷോയിങ് ദ ക്ലിനിക്, അവിടെ ആ ക്ലിനിക്കുള്ള എല്ലാ പോസ്റ്റേഴ്സ് ഒന്ന് നോക്കൂ. അത് തന്നെയാണ് ഞങ്ങൾ എൻക്വയറി ചെയ്തപ്പോഴും വന്നത്. എനിക്ക് ഇതൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. പക്ഷെ ഐ ഫോളോ ദി ന്യൂസ്, ഐ സീ പീപ്പിൾ സഫറിങ്. ആൾക്കാർ എങ്ങനെ ഇതൊക്കെ എഫക്ട് ചെയ്യാറുണ്ട്. സമയം വിലപ്പെട്ട സമയമാണ്, എസ്പെഷ്യലി വെൻ സംബഡി ഈസ് സിക്ക്. ദിസ് ഈസ് നോട്ട് ഹൗ യു ഡു ഇറ്റ്. അവർക്ക് എന്തോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് there is something called social responsibility, and public health is not something they should or anybody should play with, and these kind of advertisements are very wrong. അതാണ് അവർക്ക് കിട്ടാത്തത്. They are busy in trying to prove something else or to put me down as a person. അതല്ല ശരി. എല്ലാം തെറ്റായ രീതിയിലൊക്കെ പറയാം. സ്റ്റേഷനിലെ പോലീസുകാർക്ക് മനസ്സിലായി അതല്ലായിരുന്നു സിറ്റുവേഷൻ. എനിക്കറിയാം അവിടെ എന്തായിരുന്നു സിറ്റുവേഷൻ. ഞാൻ കണ്ടതാണ്. ഹൗ സ്ട്രിക്ട്ലി ദേ വാണ്ട് ഹിം. ഈ ചെയ്ത കാര്യങ്ങൾ ഞാൻ എല്ലാം എന്റെ ഭാഗത്തുനിന്ന് കാണിച്ചു കൊടുത്തപ്പോ ഒരുപാടുണ്ട്. ഇപ്പൊ ബാക്കിയുള്ളവരുടെ കോൾ റെക്കോർഡ്സ് എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് ബ്രിങ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ലോങ്. സോ മെനി തിങ്സ് ആർ ദർ ടു ബ്രിങ് ഔട്ട്. ഒരാള് ഈ കമന്റ് സെക്ഷനിൽ എഴുതിയേക്കളാണ്, അഖിൽ ബ്രോ ഡോക്ടറും കായസും അവീതമായിരിക്കും. ഇത്രയൊക്കെ വൃത്തിയുടെ രീതിയിലാണ് they have arranged for all these things to happen, and the way they have displayed this video, how damaging it was to me as a person. And അവരിത് എത്ര നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. just because I stood up for something, I stood up for something which really matters and it is really serious, especially in Kerala. It is high time health minister takes an action to help the people and stop all these misleading or such directing advertisements with the false promises regarding treatment and treatment outcomes. അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇവര് രണ്ടുപേരും എന്ത് പറഞ്ഞാലും എന്നെ മോശം പറയാ, എന്നെ ഇങ്ങനത്തെ ഇഷ്ടംപോലെ മാനിപ്പുലേഷൻ ചെയ്താലും എനിക്ക് ഒരു കുഴപ്പമില്ല. അത് തെറ്റ് തന്നെയാണ്. അവര് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേണ്ട. But they should not do this kind of എന്താണ് പരിഹാസ രീതിയിലും ചിരിയും മറ്റുള്ളവരെ. ഞാൻ അറിയാത്ത ആൾക്കാരുടെ ഫോണൊക്കെ റെക്കോർഡ് ഇവിടെ പ്ലേ ചെയ്തിട്ട് എന്ത് കാര്യം? ഞാൻ അറിയുന്ന ആൾക്കാരുടെ അടുത്ത് ഇവർ ചെയ്ത വൃത്തിയുടെ എന്താണെന്നൊന്ന് പുറത്തു വരട്ടെ. അതെന്തുകൊണ്ട് അവർ പോസ്റ്റ് ചെയ്യുന്നില്ല? അത് ഈ അഖിൽ അവിടെ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നപ്പോ അവരുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ സ്പീക്കറിൽ ഓരോ ടൈം വെച്ചിട്ട് ഇവൻ എക്സാക്ട്ലി എന്തൊക്കെയാ പറഞ്ഞ് എങ്ങനെയൊക്കെ പറയിപ്പിക്കാൻ നോക്കി എല്ലാം പറയുന്നത് ഞാൻ കാണിച്ചു കൊടുത്താണ്. എന്താണല്ലേ, എന്ത് എളുപ്പത്തിലാണ് കളിച്ചും എല്ലാവരും തമാശയാണ്. അവർക്ക് ഒരു സീരിയസ്നെസ്സും ഇല്ല. എന്നിട്ട് എന്താ എല്ലാവരും ആക്ടിങ് പോലെ അവർക്ക് വിഷമായി. അവർക്ക് മാത്രമുള്ള വിഷമം, വേറെ ആർക്കെങ്കിലും വിഷമോ പ്രയാസോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് വരുന്നത് കൊണ്ട് ഇവർക്ക് ഒന്നുമില്ല.